ശിഷ്യന്മാരെ വെടിയരുതേ കരുണാനിധിയാ നാഥൻ തൻ വചനം സ്നേഹിതരുടെ കാൽ കഴുകിടുവാൻ താഴ്മയിഴാത്തോ എൻ ശിഷ്യത്വം നേടിടുവാൻ അർഹതയില്ലെന്നോടയോൻ കൽപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ പീഡാസഹനത്തിന്റെ നാളുകളിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ ആ പീഡാസഹനത്തിന്റെ നാളിൽ പെസഹ പെരുന്നാളിന്റെ പകൽ വെളിച്ചത്തിൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് കാൽ കഴുകൽ ശുശ്രൂഷ. ഇത് എത്ര പേർക്കറിയാം? മേൽപ്പട്ടക്കാർ മാത്രം പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇത്. വളരെ നാടകീയമെന്ന് ഒരുപക്ഷെ തോന്നിപ്പിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ വിനയത്തെ, ക്രിസ്തുവിൻ്റെ താഴ്മയെ ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു സുദിനമാണ് ഇന്നേ ദിവസം. അക്ഷരം കൊണ്ട് നാം ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ വർണ്ണിക്കാറുണ്ട്, അല്ലേ? എന്നാൽ ഇന്ന് വിനയം കൊണ്ട്, താഴ്മ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ കുറെ കൂടി ആഴത്തിൽ ഒരു ബോധ്യം വരുത്തുന്നതിന് ഇത്തരമൊരു അവതരണം അല്ലെങ്കിൽ ഇത്തരമൊരു ശുശ്രൂഷ അനിവാര്യമാണ്. ആദ്യമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പീഡാസഹനത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും യഥാർത്ഥത്തിൽ ഒരു അവതരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാം ആദ്യം മനസ്സിലാക്കണം, നാം എത്ര ദീർഘമായിട്ട് പ്രാർത്ഥിച്ചാലും, എത്ര രാഗ സൗന്ദര്യത്തിൽ പാടിയാലും, എത്ര ശബ്ദത്തിൽ പാടിയാലും, എത്ര ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാലും, എത്രമാത്രം ഭാവ അഭിനയത്തോടെ ആരാധന പൂർത്തീകരിച്ചാലും അത് വ്യർത്ഥമായി തീരും. യാതൊരു സംശയവും വേണ്ട. ഊശാന വിനയമെന്ന പെരുന്നാളിലൂടെ യാത്ര ചെയ്ത് പെസഹായിലൂടെ കടന്നുപോയി കാൽകഴുകൽ എന്ന എളിമയുടെ പെരുന്നാളിലൂടെ വലിയ വെള്ളി എന്ന ക്രൂശില മരണം എന്ന അനുസരണത്തിലൂടെ എല്ലാം സ്വയം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നാമും ഈ ദിവസങ്ങളിൽ തമ്പുരാനൊപ്പമാണോ യാത്ര ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കുകയെ. അവൻ്റെ പാദങ്ങളെ വിനയപൂർവ്വം നമുക്ക് ചുംബിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശരിയോൻ ദേവരെയും കഴുകി ശീമോനരികെ ചെന്നപ്പോൾ ചൊന്നാനൻ കർത്താവേ നീയൻ പാദം കഴുകരുതെന്നേവം കർത്താവനോടു കൽപ്പിച്ചാൽ എന്നിഷ്ടത്തിനു വിപരീതം നിന്നാൾ നീയൻ എൻ തന്നെ കീപ്പാ ചൊന്നയോ എൻ തലയും മെയ്യും കഴുകേണം ബാറക്കുമോ.